ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഒരു ഉച്ചര സമയമാണ്, മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാണ് കേട്ടോ. അപ്പം ഞാനേ എല്ലാ ദിവസവും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പലഹാരം അടയോ അല്ലെങ്കിൽ മുട്ടച്ചുരുളോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി മടുക്കും. അല്ലെങ്കിൽ അവർ നേന്ത്രപ്പഴമോ ചിപ്സോ അല്ലെങ്കിൽ ബിസ്ക്കറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വൈകുന്നേരത്തെ കഴിക്കാനായിട്ട് ഉണ്ടായിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ദിവസമൊക്കെ ആണെങ്കിൽ 2-3 ഇഡ്ഡലി ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു മസാല ടൈപ്പ് ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളാണ് ഞാൻ തയ്യാറാക്കാറുള്ളത് കേട്ടോ, കുട്ടികൾ സ്കൂളിലിട്ട് വരുമ്പോൾ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഇന്നലെ എൻ്റെ അടുത്ത് പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇന്ന് എനിക്ക് പിസ്സ ഉണ്ടാക്കി തരണം എന്ന് കേട്ടോ. പിസ്സ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറിജിനൽ പിസ്സയാന്ന് കരുതല്ലേ, നമ്മുടെ സാധാരണ ബ്രെഡ് പിസ്സയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നിപ്പോൾ ഈവനിങ് കുട്ടികൾക്ക് അതാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സാധാരണ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സാൻഡ്വിച്ചിന്റെ ബ്രെഡ് കിട്ടത്തില്ലേ, അത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ബ്രെഡ് വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ പെട്ടെന്ന് അതിന്റെ റെസിപ്പി എന്ന് പറയാം, പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഷോർട്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ സോസേജ് ഞാൻ ഓൾറെഡി എടുത്ത് വറുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സോസേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വേണമെങ്കിൽ ഒന്ന് തുറന്ന് കാണിക്കാം അല്ലേ. അപ്പൊ ഈ ഒരു സംഭവമാണ്, ചിക്കന്റെ സോസേജ് ആണ് കേട്ടോ. ഇത് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരും കേട്ടോ. അത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മയണൈസില്ലേ, മയണൈസും ടൊമാറ്റോ സോസും കൂടിയിട്ട് ഈ ബ്രെഡിനകത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇവർക്ക് സവാള വലിയ ഇഷ്ടമല്ല, അപ്പൊ അത് കാരണം സവാള ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടില്ല. അല്ലാതെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി എല്ലാം പൊടി പൊടിയായി അരിഞ്ഞിട്ട് ഇതിന്റെ മേലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇതിപ്പോ ഞാൻ ജസ്റ്റ് തക്കാളി മാത്രം 2 മുറിച്ച് വെച്ചു. സോസേജ് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചു കൊടുത്തു കേട്ടോ. ഇനി എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചീസിന്റെ ഒരു സ്ലൈസ് എടുക്കുക, ഇതിന്റെ മേലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഓവനിൽ ഒരു 10-20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പാൻ ഉണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ട് ഈ പിസയുടെ മുകളിൽ ഇരിക്കുന്ന ഈ ഒരു ചീസ് സ്ലൈസ് ഇല്ലേ, ഇതൊന്ന് ഉരുകുന്ന വരെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി. അപ്പൊ അതുപോലെ ആക്കി എടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ. ചീസൊക്കെ കണ്ടോ ഉരുകി ഇതിന്റെ മേലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സോസേജ് കട്ട് ചെയ്തും വെക്കാം, അല്ലെങ്കിൽ നീളനെ മുറിച്ചിട്ടും വെക്കാം. എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഐഡിയ പോലെ ചെയ്യാം കേട്ടോ. ഇവർക്ക് ഒത്തിരി വെജിറ്റബിൾസ് എൻ്റെ ഒന്നാമത്തേലും ഇല്ല, പിന്നെ ഇവർക്ക് സവാളയൊന്നും ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ ഒത്തിരി ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യാം, പിന്നെ ക്യാബേജ് യൂസ് ചെയ്യാം, അങ്ങനെ എന്താണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്തോ. ഈസിയാണ്, പക്ഷെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഗാർഡനിങ് എന്ന് പറയുന്നത് നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും അല്ലേ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അതിമനോഹരമായിട്ടുള്ള ഗാർഡനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടിലും ഒരു കുഞ്ഞു ഗാർഡൻ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിൽ നമുക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. ശരിക്ക് എക്സാക്റ്റ് ടൈം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ വീട് വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ ചെടികൾ ഒരുപാട് വാങ്ങിക്കാനും വളർത്താനും തുടങ്ങിയത് കേട്ടോ. ഒരു 7-8 വർഷമായിന്ന് കൂട്ടിക്കോളും. അതിന് മുന്നേ പിക്കും കുഞ്ഞു ആവല്ലേ, അപ്പോൾ അത് കാരണം എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആഗ്രഹം പണ്ട് തൊട്ടേ ഉള്ളതാണ് കേട്ടോ. എനിക്ക് ചെടികളോടും പൂക്കളോടും പിന്നെ കിളികളോടും മൃഗങ്ങളോടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൃഗങ്ങളെ തൽക്കാലം വളർത്താനുള്ള സാധ്യത ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഗാർഡനിങ്ങിലേക്ക് തിരിഞ്ഞത്. എനിക്ക് സെൽഫ് ടൈം വേണമെന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഗാർഡനിങ് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു തോന്നൽ. പിന്നെ ഈ പച്ചപ്പും ഹരിതാപവും നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് മിസ്സിങ് ഒക്കെ തോന്നും അല്ലേ, ഇങ്ങനെ പച്ചപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനും കൂടിയും ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു സെൽഫ് പ്ലഷർ എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ലൈഫിലേക്ക് വന്നു കേട്ടോ. എനിക്ക് ഒന്നിനും സമയമില്ലാണ്ടായി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായി. പിന്നെ തനിച്ചാണ്, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല എന്നുള്ള തോന്നലൊന്നുമില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലസ് നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് ഗാർഡനിങ്ങിൽ കൂടെ കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗാർഡനൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10 ചെടി മാത്രം മതിയല്ലോ എന്ന് മാത്രം ചിന്തിക്കരുത് കേട്ടോ. ഗാർഡനിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിനെ എത്ര ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കണം. അതിന് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം കണ്ണ് തുറക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പറ്റുമായിരിക്കും, കുറേ ചെടികൾ വാങ്ങിച്ചു കൊണ്ട് വെച്ചാൽ മതി. പക്ഷേ അതിൻ്റെ ചെടി പരിപാലനം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എത്ര പൈസ സ്പെൻഡ് ചെയ്താലും
അതിനൊരു അർത്ഥമുണ്ടാവണമെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അല്ലേ. അപ്പോൾ ചെടികൾക്കൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ വില നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഉണ്ട്. ഇവിടെ ഇത്തിരി കൂടുതലാണെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് നാട്ടിലേക്ക് ചെടികളൊക്കെ കൊണ്ടുപോകുന്നത്, അവരുടെ ഗാർഡനിലൊക്കെ വെച്ച് നഴ്സറികളിലൊക്കെ വെച്ച് വിൽക്കാനെങ്കിലും ഇവിടെ ചെടികൾക്ക് പൊതുവെ വില കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ചെടികൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളത് നിലനിർത്തിക്കൊണ്ട് പോവുക തന്നെ വേണം. എൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ചെടി തൊട്ട് ഇപ്പോൾ വാങ്ങിച്ച ചെടി വരെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഒന്നും അങ്ങനെ നശിച്ചു പോകാറൊന്നുമില്ല, എക്സെപ്റ്റ് നമ്മളിവിടെ ഇല്ലാത്തപ്പോൾ കുറച്ച് ചെടികൾ കേടായി പോയിട്ടുണ്ട്, അല്ലാതെ കൊറോണ ടൈമിൽ. പിന്നെ സമ്മറിൽ ഭയങ്കര ചൂട് വന്ന സമയത്തും കുറച്ച് ചെടികൾ എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിലൊക്കെ പോയിട്ട്. മിക്കതും നാട്ടിൽ പോകുമ്പോഴാണ് ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴും ഭയങ്കരമായിട്ട് ചെടി സൂക്ഷിക്കുന്ന ഒരാളാണ്. ഗാർഡനിങ് എന്നുള്ള പരിപാടി കുറച്ച് ഈസി ആക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മൾ കരുതണം. അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള, അതായത് കുറച്ച് ലോങ് പീരീഡിലേക്ക് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്കാണ് കുറച്ച് സാധനങ്ങൾ നമ്മൾ കരുതേണ്ടത് കേട്ടോ. അല്ലാതെ നമുക്ക് കൈ ഇട്ടിട്ടൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കമ്പും കുത്തി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു എസെൻഷ്യൽ ഗാർഡനിങ് ടൂൾ കിറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഒത്തിരി വിലയുടെ ഒന്നുമല്ല, എന്നാൽ നല്ല റിവ്യൂ കണ്ട് തന്നെയാണ് ഞാനും ഈ സാധനം വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റ് സീഡ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല, നല്ല സാധനം കുറച്ച് നാളായിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയും നമ്മൾ നാട്ടിൽ പോയി വന്നപ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്തിരുന്ന ടൂൾ കിറ്റ് കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വർഷമായിട്ടുള്ളതാണ്, ഒരു 5 വർഷമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനത് ഒരു സെക്കൻഡ് ടൈം ഞാനിപ്പോൾ ഇത് വാങ്ങിക്കുന്നത് കേട്ടോ. പിന്നെ എന്ത് സാധനവും നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ച് മാത്രമേ അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഈ സാധനം ഇത്രയും വർഷം ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അതേപോലെ സൂക്ഷിച്ചെടുത്ത് വെക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇരുന്നത്. അല്ലാതെ തോന്നിയോടത്ത് ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ കയ്യിൽ, ഒരു സാധനം നമ്മുടെ കയ്യിൽ നിലനിൽക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ടൂൾ കിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് 1 ഡേ കൊണ്ടാണ് എനിക്ക് ഡെലിവർ ആയത് കേട്ടോ. ഒരു 7 ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു ടൂൾ കിറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഐറ്റം ഈ ഒരു ഗ്ലൗസ് ആണ്. നമ്മളെപ്പോഴും ഗാർഡനിങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗ്ലൗസ് അത്യാവശ്യം കരുതേണ്ടതാണ് കേട്ടോ. കാരണം മണ്ണിലും വളവും ഒക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലും നഖത്തിലൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. അത് മടിയില്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ എപ്പോഴും ഉപയോഗിക്കാറൊന്നുമില്ല. എന്നാലും ഇങ്ങനെ റീപോട്ടിങ്, പിന്നെ പുല്ല് പറിച്ച് കളയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ മണ്ണിനകത്തൊക്കെ ഒരുപാട് ജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം എന്തെങ്കിലും ഒരു അലർജിയോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, പുഴുക്കളെയോ എന്തെങ്കിലും ഒരു അലർജി പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടായി. അപ്പോൾ അത് കാരണം കൊണ്ട് ഗ്ലൗസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ ഈ വാങ്ങിച്ച കിറ്റിനകത്ത് ഗ്ലൗസ് ഉണ്ട് കേട്ടോ. ഒരു ഓറഞ്ച് ബ്ലാക്ക് കളറിലാണ് ഈ ഒരു ഫുൾ കിറ്റ് വരുന്നത്. ഈ ഗ്ലൗസ് ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം കേട്ടോ. ഈ അടിഭാഗം കുറച്ച് റഫാണ്, മേലഭാഗത്ത് ഇങ്ങനെ തുണി പോലെയാണ് കേട്ടോ. അപ്പം നമുക്കൊരു ഗ്രിപ്പ് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു ഓറഞ്ച് ബ്ലാക്ക് കളറിലാണ്. ഇനി ഓരോരോ ഐറ്റംസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ടൂൾ കിറ്റിനകത്ത് നമുക്ക് ഈ പ്രൂണിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൂണർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 300 രൂപ വരെയൊക്കെ റേഞ്ചിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. 350 രൂപയൊക്കെ ഒരെണ്ണം വാങ്ങിക്കാനായിട്ട് വരാറുണ്ട്. 10-17,000 ആൾക്കാർ റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു ടൂൾ കിറ്റാണ് കേട്ടോ ഇത്. അത് കാരണം കൊണ്ട് ഇതിന് 4.3 മറ്റാണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത് കേട്ടോ, ഔട്ട് ഓഫ് 5-ൽ. അപ്പോൾ നല്ലതായിരിക്കുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ബ്ലാക്ക് കളർ തന്നെയാണ് ഇതിലെ സാധനങ്ങൾ. ഇത് നമ്മൾ ഈ മണ്ണൊക്കെ ഇങ്ങനെ ഡിഗ് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുക്കാനും കുഴിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ സാധനം. ഇനി ഇത് മണ്ണ് കോരാനായിട്ടുള്ള ഒരു സാധനമുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ വരണ്ടിയൊക്കെ എടുക്കാനായിട്ടും മണ്ണിങ്ങനെ കിളയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യത്തില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സാധനം. പിന്നെ ഇത് നമ്മൾ റീപോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മണ്ണ് സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് മെറ്റീരിയൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ പ്ലാസ്റ്റിക്, ഈ ഒരു ഹാൻഡിൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. പക്ഷെ നല്ല സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ, നല്ല ബലമുള്ളതാണ്. ഇങ്ങനെ തൊടുമ്പളിക്ക് ഒടിയുന്ന ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്.
നല്ല ഹാൻഡിയാണ്, ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, എന്നാൽ പോലും അത്യാവശ്യം സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയാലോ, മണ്ണ് ഇങ്ങനെ മാന്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മാന്തി എടുക്കാം. ഇപ്പോൾ ഒരുപാട് വേരൊക്കെ ഉള്ള ചെടിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മണ്ണ് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ വേര് ഈ മണ്ണ് നമ്മൾ ചെടിച്ചട്ടിയിൽ ഇരിക്കുന്ന മണ്ണ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ വേര് മുഴുവൻ ഇതിൽ തടയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് വേരിനെ മാറ്റി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ചെറിയ, അതായത് നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഇത് വലുതും ഇത് ഇച്ചിരി ചെറുതുമാണ് കേട്ടോ. മണ്ണിങ്ങനെ കോരിയെടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മിക്സ് ചെയ്യാനും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. അങ്ങനെ ടൂൾസായിട്ട് ഈ ചെടി നടാനും ചെടി റീപോർട്ടിങ് ചെയ്യാനുള്ള ഒരു 5 ഐറ്റംസാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പ്രൂണർ വരുന്നുണ്ട്. പ്രൂണർ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാം. പക്ഷേ കണ്ടെടുത്തോളം നല്ല സാധനമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നല്ല സ്റ്റഡിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നത് ഇത്രയും ഉറപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 549 രൂപയോ മറ്റാണ്. ഒരു 550 രൂപയുടെ ഉള്ളിലുള്ള ഐറ്റംസാണ് ഈ 7 ഐറ്റംസും കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് ഒരു എസെൻഷ്യൽ കിറ്റാണ്. ഇതിൽ ഇവർ കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു ഗാർഡനിങ് കിറ്റ് എന്നുള്ള രീതിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് ഓർഡർ ചെയ്തേക്ക്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ കമൻസിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഒക്കെ കൊടുത്തേക്കാം. നിങ്ങൾ ഇതുപോലൊരു എസെൻഷ്യൽ ടൂൾ കിറ്റ് വാങ്ങിച്ചേക്ക്, നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ കേട്ടോ. എൻ്റെ അടുത്ത് കമൻസിൽ ചോദിക്കാറുണ്ട് കേട്ടോ, ഗാർഡനിങ്ങിൻ്റെ കുറച്ചും കൂടി കൂടുതൽ വീഡിയോസ് കാണിക്കുമോ, ഗാർഡനിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചേച്ചി ചെയ്യാറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ആദ്യത്തെ ഉത്തരമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെടികൾ വാങ്ങുന്നതിനോടൊപ്പം തന്നെ എപ്പോഴും ഇതുപോലൊരു ടൂൾ കിറ്റും കൂടി വാങ്ങിച്ച് കയ്യിൽ കരുതുക. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യമല്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ചെടി കുഴിച്ചിടാനാണെങ്കിലും അല്ലെങ്കിൽ റീപോർട്ടിങ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. നമുക്ക് എപ്പോഴും പണി എളുപ്പമായിരിക്കുമ്പോൾ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റും കൂടും. പണി ഡിഫിക്കൽട്ട് ആകുമ്പോൾ നമുക്ക് അത് ചെയ്യാനായിട്ട് മടിയും വരും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു ടൂൾ കിറ്റ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു 100-500 രൂപയല്ലേ ഉള്ളൂ, ഒത്തിരി നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് കാരണം കൊണ്ട് നിങ്ങൾ വാങ്ങിച്ച് വെച്ചേക്ക് കേട്ടോ. ഇനി ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ ഓരോരോ വ്ളോഗ്സിലോ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഇപ്പോൾ ഇങ്ങനെ വൈകുന്നേരം സമയമായ കാരണം കൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതൊന്നും എനിക്കിപ്പോൾ കാണിച്ചു തരാനായിട്ട് പറ്റില്ല, ഇരുട്ടായി തുടങ്ങി. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ തൽക്കാലം ഈ ടൂൾ കിറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് കേട്ടോ. എല്ലാവരും വാങ്ങിച്ച്. ഭയങ്കര ഹാൻഡിയാണ് കേട്ടോ, ഭയങ്കര ഈസി ടു യൂസ് ആണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത് കേട്ടോ. മെറ്റീരിയൽ അപ്പം മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള സാധനമായ കാരണം കൊണ്ട് ക്വാളിറ്റി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എന്താണെങ്കിലും ഇത്രയും പേര് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളതല്ലേ, എന്തെങ്കിലും ഒരു ഗുണം ഇല്ലാണ്ടിരിക്കില്ലല്ലോ അല്ലേ. അങ്ങനെ ഞാനും ശരത്തേണ്ണും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ TC പാളിയ റോഡിൽ തന്നെയുള്ള വെജിറ്റബിൾ ഷോപ്സിൽ നിന്ന് തന്നെയാണ് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാറ് കേട്ടോ. KR പുരം മാർക്കറ്റിലേക്കൊന്നും അങ്ങനെ പോകാറില്ല. ഈ ഒരു ഷോപ്പിൽ നല്ല വെജിറ്റബിൾസ് കിട്ടാറുണ്ട്, അങ്ങനെ കേടൊന്നും ആകാറൊന്നുമില്ല, ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. അതുപോലെ ഒരുപാട് വെറൈറ്റി വെജിറ്റബിൾസും ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ കാണാറുണ്ട് കേട്ടോ. നമുക്കങ്ങനെ എല്ലാ വീക്കും ഒന്നും വെജിറ്റബിൾസ് വാങ്ങേണ്ടി വരാറില്ല. എനിക്കൊരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് ഞാൻ അങ്ങനെ കുറച്ചധികം വെജിറ്റബിൾ വാങ്ങിക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഞാൻ മേടിക്കുള്ളൂ, ഓരോ ദിവസം കണക്കാക്കിയിട്ടൊക്കെ വാങ്ങിക്കുള്ളൂ, ഒരുപാട് വാങ്ങിച്ച് കൂട്ടാറുമില്ല. പിന്നെ ഇത് ഇവിടെ ജ്യൂസ് ക്യാരറ്റ് വരുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ സീസണാണല്ലേ, നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറില്ലേ അങ്ങനത്തെ ജ്യൂസിൻ്റെ ക്യാരറ്റ് കേട്ടോ. അപ്പോൾ അത് ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചില്ല, കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലത് വരും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തതാണ്. പിന്നെ മുള്ളങ്കി സാമ്പാറൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നല്ലതാണ് കേട്ടോ മുള്ളങ്കി സാമ്പാർ. നമുക്ക് ഒരുപാട് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. തനക്കുട്ടിയൊക്കെ കന്നഡ ട്യൂഷന് പോയിരിക്കുകയായിരുന്നു കേട്ടോ. തിരിച്ചതേ വന്നേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഇവളെയും പിക്ക് ചെയ്തിട്ട് വന്നത് കേട്ടോ. പിന്നെ അവളൊരു കളിയുടെ മൂഡിലായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ച് കളിച്ചോട്ടെ. 7 മണി മറ്റോ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.
തനക്കുട്ടി ശരത്തേൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനെ ആലോചിക്കാറുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ഇതുപോലെ ഇരുന്ന് തരുമായിരുന്നു. ഞാൻ എന്ത് കാണിച്ചാലും അച്ഛൻ അതുപോലെ തന്നെ ഇരിക്കുക. മേക്കപ്പ് ചെയ്ത് കൊടുക്കും, മുടി കെട്ടി കൊടുക്കും, കമ്മലിട്ട് കൊടുക്കും, പിന്നെ മാലയിട്ട് കൊടുക്കും. ഇതൊക്കെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തും കളിക്കാറുണ്ടായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ. അമ്മ എപ്പോഴും പറയും നിങ്ങളെല്ലാത്തിനും ഇങ്ങനെ ഇരുന്ന് തുള്ളി കൊടുത്തോ എന്നിട്ട്. പക്ഷെ അച്ഛൻ അങ്ങനെ ഞാൻ എന്ത് ചെയ്താലും അച്ഛൻ ഒന്നും തിരിച്ചു പറയില്ല കേട്ടോ. അച്ഛൻ എല്ലാം അങ്ങനെ കാണിച്ചു തരും. ഞാൻ എന്ത് കോപ്പറേറ്റ് ഇരുന്ന് കാണിച്ചാലും അച്ഛൻ ഒരു കുഴപ്പം ഉണ്ടാവാറില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ കഥയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇവിടെ ശരത്തേൻ്റെ അടുത്ത് തനുക്കുട്ടിയും. ഞാൻ എന്നെ തന്നെയാണ് കേട്ടോ തനുക്കുട്ടിയിൽ കാണുന്നത്. ഞാൻ എങ്ങനെയായിരുന്നു അതേ കാർബൺ കോപ്പിയാണ് തനുക്കുട്ടി. എൻ്റെ ചെറുപ്പത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾ മുഴുവൻ അവൾക്കുണ്ട്. അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ എന്ത് ചെയ്താലും ഞാനാണെങ്കിലും ശരത്തേനാണെങ്കിലും ഒന്നും പറയില്ല. നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇളയതായ കാരണം കൊണ്ട് കൂടിയാണ് ഞാനായാലും പിക്കോ ആയാലും ശരത്തേട്ടനാണെങ്കിലും അവളുടെ ഇഷ്ടങ്ങൾക്ക് നിന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കളിയും ചിരിയും രാത്രിയിലെ ഡിന്നർ കഴിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളായിട്ടുണ്ട് കേട്ടോ ഒരു സിനിമ കണ്ടിട്ട്. ഇവിടെ ബാംഗ്ലൂർ തിരിച്ചെത്തിയതിന് ശേഷം പിന്നെ നമ്മളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒരു മൂവി കാണാമെന്നും പറഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞാനൊരു സിനിമാ ഭ്രാന്തിയാണ്. ശരത്തേട്ടനും അതുപോലെ തന്നെയാണ്. ശരത്തേട്ടൻ പണ്ടൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത് ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്ന്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളെപ്പോഴും വരുന്ന എല്ലാ നല്ല മലയാളം മൂവീസും കാണാൻ ശ്രമിക്കാറുണ്ട്. അതും തിയേറ്ററിൽ പോയി തന്നെ കാണുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്ന് ദേ സൂക്ഷ്മദർശിനി കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ശരത്തേൻ്റെ കൂടെ കൂടിയപ്പോഴാണ് കേട്ടോ ഞാൻ മറ്റുള്ള ലാംഗ്വേജിലുള്ള സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങൾ മലയാളം തമിഴും മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഞാനൊക്കെ തമിഴ് സിനിമയൊന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വരുമ്പോൾ ടി വിയിലൊക്കെ വരുമ്പോൾ കണ്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ തമിഴ് പഠിച്ചതും തമിഴ് സിനിമാസ് കാണാൻ തുടങ്ങിയതും. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും ശരത്തേട്ടനാണെങ്കിലും ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, മലയാളം ഈ ഭാഷകളിൽ പെട്ടിട്ടുള്ള എല്ലാ സിനിമകളും നമ്മൾ തിയേറ്ററിൽ പോയി കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇന്ന് സൂക്ഷ്മദർശിനി കണ്ടു. കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. കുറേ കോമഡി ഒന്നും ബേസിലുണ്ടെന്ന് വെച്ചിട്ട് കുറേ കോമഡി ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് പോവണ്ട. പക്ഷെ ഒരു കുഴപ്പമില്ലാത്തൊരു മൂവിയാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് നമ്മളിതേ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് നമ്മുടെ സിനിമ ദേ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കമൻറ്റ്സ് ഇപ്പോൾ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.